മലയാളത്തിൻ്റെ 28ാമത്തെ റിവിഷൻ ക്ലാസ്സിലേക്ക് PSC ഉദ്യോഗാർത്ഥികളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് റിവൈസ് ചെയ്യുന്നത് പര്യായപദങ്ങൾ, കവിവാക്യം, തൂലികാനാമങ്ങൾ, കഥാപാത്രം, കൃതി, രചയിതാവ്. ഇത്രയും പോർഷൻസ് ആണ് നമ്മളിന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത്. പര്യായപദങ്ങൾ 2 എണ്ണമാണ്. കവിവാക്യം ഒരു കവിവാക്യം, അതുപോലെ തന്നെ ആത്മകഥകൾ 3 എണ്ണം, തൂലികാനാമങ്ങൾ 4 എണ്ണം, കഥാപാത്രം, കൃതി, രചയിതാവ് 4 കൃതികളിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, ആരാണ് ഇത് രചിച്ചത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത്. മോക്ഷം, വംശം ഈ 2 പദങ്ങളുടെ പര്യായപദങ്ങളാണ് നമ്മൾ ഇന്ന് റിവൈസ് ചെയ്യുന്നത്. മോക്ഷം മുക്തി, കൈവല്യം, നിർവ്വാണം, നിശ്രേയസ്. 4 പര്യായപദങ്ങളാണ് മോക്ഷത്തിനുള്ളത്. മുക്തി, കൈവല്യം, നിർവ്വാണം, നിശ്രേയസ്. വംശത്തിൻ്റെ പര്യായപദങ്ങൾ നോക്കാം. ഗോത്രം, കുലം, അന്വയം, അഭിജനം. ഗോത്രം, കുലം, അന്വയം, അഭിജനം നോക്കാം. കവിവാക്യം ഒരു കവിവാക്യമാണ്. ആരുടെ കവിവാക്യമാണ്, ഏത് കവിതാഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ളതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പുഞ്ചിരി ഹാ കുലീനമാം കള്ളം, നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം. വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതാഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ള കവിവാക്യമാണ് പുഞ്ചിരി ഹാ കുലീനമാം കള്ളം, നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം. നന്നായിട്ട് പഠിക്കുക കേട്ടോ. ആത്മകഥകൾ 3 ആത്മകഥകളാണ്. ആരുടെയൊക്കെയാണ് ഈ ആത്മകഥകൾ എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കരപ്പിള്ള. ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കരപ്പിള്ള. ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ അറകൾ ബഷീർ. ഓർമ്മയുടെ അറകൾ ബഷീർ. ഓർമ്മയുടെ തീരങ്ങളിൽ തകഴി ശിവശങ്കരപ്പിള്ള. ഓർമ്മയുടെ ഓളങ്ങളിൽ ജി ശങ്കരക്കുറുപ്പ്. ഓർമ്മയുടെ അറകൾ ബഷീർ. അടുത്ത തൂലികാനാമങ്ങളാണ്. 4 പ്രധാനപ്പെട്ട തൂലികാനാമങ്ങൾ നമ്മൾ റിവൈസ് ചെയ്യുന്നുണ്ട്. പി കെ നാരായണ പിള്ള. പി കെ നാരായണ പിള്ള. ഇ വി കൃഷ്ണപിള്ള. ഇ വി കൃഷ്ണപിള്ള. സുമംഗല ലീല നമ്പൂതിരിപ്പാട്. സുമംഗല ലീല നമ്പൂതിരിപ്പാട്. വൈശാഖൻ MK ഗോപിനാഥൻ നായർ. വൈശാഖൻ MK ഗോപിനാഥൻ നായർ. കഥാപാത്രം, കൃതി, രചയിതാവ്. കൃതികൾ നോക്കാം, അവയുടെ ഏത് രചയിതാവാണ്, ആരാണ് ഇതിനകത്തെ മുഖ്യ കഥാപാത്രങ്ങൾ ഇന്നും നമുക്ക് നോക്കാം. കഥാപാത്രം നോക്കാം. ചേതന എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ്, ആരാച്ചാർ. ഈ ഒരു കൃതിയുടെ രചയിതാവ് KR മീര. ചേതന, ആരാച്ചാർ, KR മീര. വൈത്തിപ്പട്ടർ ശാരദ. കൃതി ശാരദ. ആരാണ് രചയിതാവ്, ചന്തുമേനോൻ. വൈത്തിപ്പട്ടർ, ശാരദ, ചന്തുമേനോൻ. വൈത്തിപ്പട്ടർ, ശാരദ, ചന്തുമേനോൻ. അടുത്തത് നോക്കാം. ക്ലാസിപ്പേർ. ക്ലാസിപ്പേർ എന്ന കഥാപാത്രം കയർ എന്ന കൃതിയിൽ ഉള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ രചയിതാവ് തകഴിയാണ്. തകഴി. കയർ, ക്ലാസിപ്പേർ, തകഴി. അടുത്തതാണ് ശ്രീധരൻ ഒരു ദേശത്തിൻ്റെ കഥ. SK പൊറ്റയ്ക്കാട്. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ, കൃതികൾ, അതിൻ്റെ രചയിതാവ് ആരാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചത്. നന്നായിട്ട് പഠിച്ചെടുക്കുകയാണെങ്കിൽ 14 ചോദ്യങ്ങൾ നമ്മൾ ഇന്നിവിടെ റിവൈസ് ചെയ്തു. കഥാപാത്രങ്ങളും കൃതികളും രചയിതാവും ഒക്കെ നോക്കുകയാണെങ്കിൽ 10-25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ഒരു റിവിഷൻ ക്ലാസ്സിൽ നന്നായിട്ട് പഠിച്ചെടുത്തു. 5 ഹെഡിങ് ആയിട്ട് നമ്മളൊരു 20 ക്വസ്റ്റ്യൻസ് ഏകദേശം നമ്മളിത് തീർത്തു. ഇന്നത്തെ റിവിഷൻ ക്ലാസ്സിൽ നമ്മൾ റിവൈസ് ചെയ്യാൻ ഉദ്ദേശിച്ച എല്ലാ പോർഷനും നന്നായിട്ട് തന്നെ പഠിക്കുവാണെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. നമ്മുടെ ഓപ്ഷനകത്തുനിന്ന് നമുക്ക് ഒന്ന് ബബിൾ ചെയ്യാനായിട്ട് കിട്ടും. നമുക്ക് കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കും. നന്നായിട്ട് പഠിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അറിയാവുന്നത് വിട്ടേക്കുക, അറിയാൻ വയ്യാത്തതൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുക. ഇതൊക്കെ നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ചോദിച്ചാൽ അറിയില്ലാതെ വിട്ട് കളയാതെ നമുക്കത് മാർക്ക് ചെയ്യാനും അറ്റൻഡ് ചെയ്യാനും നമുക്ക് ഈസി ആയിട്ട് പഠിച്ചാൽ പ്രയോജനപ്രദമാകും. മോക്ഷം, വംശം എന്നീ പദങ്ങളുടെ പര്യായപദങ്ങൾ പഠിച്ചു. വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതാഭാഗത്തു നിന്ന് എടുത്തിട്ടുള്ള ഒരു കവിവാക്യം പുഞ്ചിരി ഹാ കുലീനമാം കള്ളം, നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം. തകഴി ശിവശങ്കരപ്പിള്ളയുടെ ആത്മകഥ ഓർമ്മയുടെ തീരങ്ങളിൽ, ജി ശങ്കരക്കുറുപ്പിന്റെ ഓർമ്മയുടെ ഓളങ്ങളിൽ, ബഷീറിന്റെ ഓർമ്മയുടെ അറകൾ. PK നാരായണപിള്ള, EV കൃഷ്ണപിള്ള, ലീല നമ്പൂതിരിപ്പാട്, വൈശാഖൻ MK ഗോപിനാഥൻ നായർ. ആരാച്ചാർ എന്ന കൃതി രചിച്ചത് KR മീര.
ശാരദ എന്ന കൃതി രചിച്ചത് ചന്തുമേനോൻ. കയർ, തകഴി, ഒരു ദേശത്തിന്റെ കഥ, SK പൊറ്റയ്ക്കാട്. ഏത് രീതിയിലാണ് ചോദിക്കുന്നതെന്ന് നമുക്ക് അറിയില്ല. കഥാപാത്രങ്ങൾ ആരാച്ചാറിലെ പ്രധാന കഥാപാത്രം ചേതന, ശാരദയിലെ വൈത്തിപ്പട്ടർ, കയർ ക്ലാസിപ്പേർ, ഒരു ദേശത്തിന്റെ കഥ ശ്രീധരൻ. നന്നായിട്ട് പഠിച്ചെടുക്കുകയാണെങ്കിൽ മാക്സിമം നമുക്ക് മലയാളത്തിനകത്തു നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാം. എല്ലാവരും ആഗ്രഹിച്ച ജോലി നേടുവാൻ സാധിക്കട്ടെ. എല്ലാവരും പഠിച്ച പോലെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു.